ഇത്തവണത്തെ ഓണത്തിന് നല്ലൊരു നാടൻ വെള്ളരിക്ക പച്ചടി ആയാലോ? ഇതിൻ്റെ രുചി കൂട്ടാൻ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ പറഞ്ഞു തരാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെച്ച് കേരള. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ, പുതുവത്സരാശംസകൾ. ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അപ്രോക്സിമേറ്റ് 200 ഗ്രാം വെള്ളരിക്കയാണ്. അത് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചടി ആവുമ്പോൾ ചെറിയ അളവിലാണ് നമ്മൾ വിളമ്പുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 10-12 പേർക്ക് വിളമ്പാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അരിഞ്ഞു വെച്ച വെള്ളരിക്ക കഷ്ണങ്ങൾ മുഴുവനും ഞാനൊരു കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഒരു മൺചട്ടിയാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള 2 പച്ചമുളകാണ് ഞാൻ എടുത്തത്. അതിൽ പകുതി ഈ കഷ്ണങ്ങളുടെ കൂടെ ചേർക്കുന്നു, ബാക്കി പിന്നീട് ചേർക്കാം. രുചിക്ക് വേണ്ടി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല, പിന്നീട് ഒരു തിള കഴിഞ്ഞിട്ട് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർക്കുകയാണ്. വെള്ളരിക്കയിലും നല്ലോണം വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. കുക്കാവുമ്പോൾ അത് ഇറങ്ങി വരും. അപ്പോൾ കൺസിസ്റ്റൻസി മാറിപ്പോവാതിരിക്കാൻ ഇപ്പോൾ 1/4 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. അതൊരു പകുതി വേവായിട്ട് വേണം നമുക്കിനി ഉപ്പ് ചേർക്കാൻ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചില്ലേ, അതും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിൽ ഇത്തിരി ഏറി ജീരകം കൂടി ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതേപോലെ. ഇനി നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. ആദ്യത്തേത് ചതച്ച കടുക്, അതായത് ക്രഷ് ചെയ്തെടുത്ത കടുക്. അത് തേങ്ങയുടെ കൂടെ അരയ്ക്കാതിരുന്നത് ചിലപ്പം ഒരു കയ്പ്പ് രുചി വരും. അതുകൊണ്ടാണ് തേങ്ങ നന്നായിട്ട് മിനുസമായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് ക്രഷ് ചെയ്ത കടുക് ചേർക്കാം. അടുത്തതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പച്ചടിയുടെ രുചിയും മണമൊക്കെ ഒന്ന്, എല്ലാ രുചിയും അതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ഒരു ഓവറോൾ പെർഫോമൻസ് ഒന്ന് ലെവലപ്പ് ആക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. മറ്റൊന്നുമല്ല, ഉലുവ വറുത്ത് പൊടിച്ചത്. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആവാട്ടോ. ഈ സീക്രട്ട് ആരോടും പറയാതെ ചെയ്തോളൂ കേട്ടോ ഈ തവണ ഓണത്തിന്. ചതച്ച കടുകും ഉലുവപ്പൊടിയും ചേർത്ത് മിക്സിയിൽ ഒരൊറ്റ കറക്കം, അത്ര മതി. നമ്മുടെ തേങ്ങ അരപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക ഇവിടെ പാകമായിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. ഉപ്പ് ചേർക്കാനുള്ള ടൈമാണ്. ഉപ്പ് ചേർക്കുക, ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. ഇത് നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പച്ചക്കറിയുടെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വെള്ളരിക്ക ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയി കിട്ടണം. അതാണ് പാകം. ഒരു ചെറിയ കടിപ്പ് വേണം. ഇതപ്പോൾ നമ്മുടെ വെള്ളരിക്ക പാകമായിട്ടുണ്ട്. ഒരു സെമി ട്രാൻസ്പെറൻ്റ് എന്ന് നമ്മൾ പറഞ്ഞ ആ പാകത്തിന് എത്തിയിട്ടുണ്ട്. പച്ചടിയിൽ നമ്മൾ ചേർക്കുന്ന പച്ചക്കറികൾ ഇങ്ങനെ ഒരു ചെറിയ കടുപ്പോട് കൂടിയാണ് എടുക്കേണ്ടത്. ഒരിക്കലും വെന്ത ഉടച്ച് എടുക്കാറില്ല. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ജെന്റ്ലി മിക്സ് ചെയ്ത് കൊടുക്കുക, കഷ്ണങ്ങളൊന്നും ഉടയാതെ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം തേങ്ങ അരപ്പിൻ്റെയും വെള്ളരിക്കയുടെയും ഒക്കെ കൂടെ തേങ്ങ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ വെക്കുക. വെട്ടിത്തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അടുപ്പത്തൊന്ന് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ എന്തായാലും ഉപ്പ് നമുക്ക് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം ചട്ടിയിൽ നിന്ന്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സട്ടിൽ ടേസ്റ്റുള്ള കറികൾ, ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്കൊരു ചെറിയ താളിപ്പ് കൊടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് 5-6 സെക്കൻഡ് നേരം വഴറ്റിയ ശേഷം വറവ് അഥവാ താളിപ്പ് നേരെ കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ഓണത്തിന് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത പച്ചടി, വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കി നോക്കൂട്ടോ. എന്നിട്ട് കമൻറ്റിൽ ഫീഡ്ബാക്ക് തരൂ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഓണം. ധന്യ ഫ്രം വെജ് കേരള.